രാത്രി 12 മണിക്കാടെ ട്രെയിലർ ലോഞ്ച് ചെയ്യണത്. ഞാൻ എത്ര കാത്തിരുന്ന ട്രെയിലറാണെന്നറിയത്. 12 മണിക്കൊക്കെ ആരുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യണത്? എന്നെയാണെങ്കിൽ ഇമ്മാരി തുര വിളിയായിരുന്നു ഇന്നലെ. എത്രയോ സമയം തൊട്ട് കുറേ എണ്ണം എന്നെ വിളിച്ച്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല, എനിക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല. 20-ാം തീയതിയാണ് ട്രെയിലർ ഇറങ്ങാൻ പോകണമെന്നറിയാം, പക്ഷേ ഏത് സമയമൊന്നും എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു. പക്ഷേ രാവിലെ എണീച്ച് വരുമ്പോൾ ട്രെയിലർ, എമ്പുരാൻ്റെ ട്രെയിലർ 12 മണിക്ക് വന്നേക്കുന്നു. ഞാൻ ഒന്ന് പോയി പല്ലൊക്കെ തേച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യാൻ കേട്ടോ. ഉറക്കം എണീച്ചാൽ എനിക്കും ആകാംക്ഷ കാണാൻ ഉണ്ടല്ലോ, എൻ്റെ ഒരു ഇതുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. യെസ്, ഫൈനലി 7-ാം ദിവസം ചെകുത്താൻ തിരിച്ചു വരികയാണ്. ലൂസിഫർ 2 എമ്പുരാൻ. 6 more days. 7th day നമ്മൾ കാണുന്നുണ്ടല്ലോ രാവിലെ. യു ഹാവ് നോ ഐഡിയ ഹൗ ത്രിൽഡ് ഐ വാസ് വെയിറ്റിംഗ് ടു വാച്ച് ദിസ് ട്രെയിലർ. പക്ഷേ രാത്രി കൊണ്ട് ഇറക്കിയതിന് സന്തോഷമുണ്ട്. എനിവേസ്, നോട്ട് ടൈം ടു വേസ്റ്റ്. ഓൾറെഡി 2 മില്യൺ ആൾക്കാർ ഇത് കണ്ടിരിക്കുകയാണ്. 3 മിനിറ്റും 51 സെക്കൻഡും. ഓ, ദാറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് ട്രെയിലർ. സോ ഓണാണ് ഗൈസ്, നമുക്ക് എന്തായാലും കാണാം ദ മോസ്റ്റ് അവൈറ്റഡ് മൂവിയുടെ ദ മോസ്റ്റ് അവൈറ്റഡ് ട്രെയിലർ. അതിന് തന്നെ ലാലേട്ടൻ്റെ ജബ്രാങ്കി പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. ലൈക്ക പ്രൊഡക്ഷനൊക്കെ ഇപ്പോഴും എഴുതണോ? എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ ആരാണോ? ഗോപാലൻ എൻ്റെ മക്കൾ. മുത്തു. ആശീർവാദ് സിനിമാസ്. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ സുരജേട്ടൻ, ബൈജുചേട്ടൻ, നമ്മൾ ഉടൻ തന്നെ നന്ദുചേട്ടൻ. പക്ഷേ വരുന്നതേ ഇതും പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെ. തല വർമ്മ സാറുണ്ടോ? ചില്ലറ കൈയല്ല. എന്താണത്? ഇയാളാ മറ്റേ ഈ ഡ്രാഗൻ ഇത് ആരുടെ? ഇതാണ് ഖുറേഷി ഗ്രൂപ്പിന്റെ എതിര് നിൽക്കുന്ന ഗ്രൂപ്പ് കേട്ടോ. സ്റ്റീഫൻ? ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ ഇരുട്ടിന്റെ പൂവ്. KLT 666. ഓ, മോഹൻലാൽ. മൈ ഗോഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. The whole point of the devil saying that is pretty cool. ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. യെസ്, ഹീസ് എബ്രഹാം ഖുറേഷി. ഓ യോ മോനെ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ മച്ചായി ഗെയിം ഓഫ് ത്രോൺസിലെ ലൂസിഫർ രാജേട്ടൻ. സയ്യിദ് മസൂദ് ബ്രോ. ഇത് എന്തുവാണ് ഇത്? എൻ്റെ അമ്മ, എന്തൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, എന്താ ഫ്രെയിം. സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരുന്നുണ്ട്. വാടാ. അതില്ല, ലാലേട്ടൻ മുട്ടാ ലൂക്ക് മാണ്ടാരം. ഓ മാൻ, ആ കില്ല ഷോട്ടായിരുന്നു കേട്ടത്. വെഞ്ചാൻസ്.
ഓ രാജുവേട്ടനും ലാലേട്ടൻ്റെ ഒരു ജബഡാങ്കി ഫൈറ്റ് ഉണ്ട് കേട്ടോ. ഓ ഷോട്ട്. വാലോയിൽ ആ തോക്കിനെ ഷെറിഫ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഷെറിഫ്. ഒറ്റ വെടി മതി തലയിൽ, തീരും, ചതറും. മോതിരത്തില്ലേ ബോംബ് എന്തിനാണ് സംഭവം? ഓ യജാതി മ്യൂസിക് എടാ, ക്ലാസ് മ്യൂസിക് കേട്ടോ. ദീപക് ദേവ്. എമ്പുരാൻ. ഓ എടാ എന്തോന്ന് ട്രെയിലറാടാ ഇത്. വാഷ് എൻ്റെ പിള്ളേരെ തുടങ്ങൂടാ എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ്. ഓഫ് മാൻ 27th മാർച്ച് ഈ പടം വല്ലോം ലൈക്കാ. കാരണം ഇത് വല്ലോം തള്ളിയിരുന്നെങ്കിൽ ഞാനൊരു സീരീസ് ഓഫ് തള്ളക്കികളി വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ഇരുന്നതാണ്. വാട്ട് ഈസ് ദിസ് ബ്രോ? 3 മിനിറ്റ് 51 ഉണ്ട്. എന്തെങ്കിലും മനസ്സിലായ അതാണ് ട്രെയിലർ കട്ട്. ഇത് ആര് ട്രെയിലർ കട്ട് ചെയ്തെങ്കിലും ഒരു ക്രൈസിസ് നാട്ടിൽ കിടക്കുന്നുണ്ട്. ബട്ട് എബ്രഹാം ഖുറേഷി ഈസ് ഡൂയിങ് ഹിസ് എബ്രഹാം ഖുറേഷി വർക്ക്. ബട്ട് സ്റ്റീഫൻ ഹാസ് ടു കം ബാക്ക് ടു റിസോൾവ് ഓൾ ദാറ്റ്. സ്റ്റീഫൻ വിൽ കം ബാക്ക്. ആ സമയത്ത് ഞാൻ പറയാം ഡ്രാഗൻ്റെ വ്യാളിയിലേക്ക് ഇതുള്ള വേറൊരു ഗ്യാങ്. അതാണ് അടുത്ത. ഇതിൻ്റെ 3ാമത്തെ പാട്ടിലിപ്പോൾ എന്തിനാണ് അവസ്ഥ? ഇതിങ്ങനെയാണെങ്കിൽ ഇത് വേറെ മറ്റേ ജംഗിൾ പൊളിയാണ്. നമ്മുടെ സുരാജേട്ടൻ പറഞ്ഞ പോലെ അത് തന്നെ സാധനം. എത്ര നാളായി ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ട്. അതായത് വിസിലൊക്കെ അടിച്ച് അത് ആ ലെവല് ടിക്കറ്റ് എടുത്തോളി. ഞാൻ ഓൾറെഡി എടുത്ത്. എനിക്കൊന്ന് ഫുള്ളാണെന്ന് തോന്നുന്നു. 2 ദിവസത്തേക്കിന് ടിക്കറ്റൊന്നും ഇല്ല. അതാണ് മോനെ ദ പവർ ഓഫ് ദി എൽ. കിട്ടില്ല സാധനം. ഒന്നും കൂടെ കണ്ടാലാ. ഞാൻ ഒന്നും കൂടെ കാണാം. ബൈ.